ഇപ്പോൾ നീറ്റ് പരീക്ഷയും ഡൽഹിയിൽ നടക്കുന്ന ഈ സമരത്തെക്കുറിച്ചുമൊക്കെ എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഇത് രണ്ട് വിഷയങ്ങളാണ് ശരിക്കും ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, നീറ്റ് പരീക്ഷ യഥാർത്ഥത്തിൽ നമ്മളുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ ശേഷിയും ഒന്നും അളക്കാനായിട്ടോ അത് അളന്നിട്ട് അവരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാനായിട്ടോ പര്യാപ്തമായതല്ല ഇന്നത്തെ നീറ്റ് പരീക്ഷ, JEE തുടങ്ങിയത്. അതുപോലെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന PSC, UPSC, SSC, പിന്നെ അങ്ങനെയുള്ള പല റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളുടെ പരീക്ഷകളൊന്നും ആ ഒരു രംഗത്ത് പ്രഗത്ഭരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരു ഇതില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് പറയാം, ഇപ്പോൾ നീറ്റ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അയാളുടെ വൈദ്യശാസ്ത്രത്തിലോ അല്ലെങ്കിൽ JEE പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അയാളുടെ ടെക്നോക്രാറ്റ് എന്നുള്ള രീതിയിലോ ഉള്ള ഒരു കഴിവുകളും പ്രകടിപ്പിക്കുന്നില്ല. വാസ്തവത്തിൽ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം പരീക്ഷകൾ ഒക്കെ റദ്ദ് ചെയ്യണം. കാരണം ഈ പരീക്ഷകളിലൂടെയും അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിലൂടെയും കാരണന്മാർക്കും ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, കുട്ടികൾക്കും ഒത്തിരി നഷ്ടം സംഭവിക്കുന്നുണ്ട്. കാരണം ഇത് ജയിക്കാൻ വേണ്ടിയിട്ട് 1-2 പ്രാവശ്യം കുട്ടികൾ പഠിക്കാനായിട്ട് തയ്യാറാവും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വളരെ കാര്യശേഷിയോടുകൂടി ബുദ്ധി പ്രയോഗിക്കുകയും ബുദ്ധി വികസിപ്പിക്കാനും അറിവ് നേടിയെടുക്കാനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വെറുതെ ഒരു എൻട്രൻസ് ടെസ്റ്റിൻ്റെ പിന്നാലെ ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ UPSCയിലൊക്കെ ആണെങ്കിലും അങ്ങനെയാണ്. UPSCയിലൊക്കെ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ കുട്ടികൾ അതിൻ്റെ ഒരു പ്രിലിമിനറി എക്സാമിനേഷനിൽ പോലും ഒരു നിശ്ചിത ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നീറ്റ് പഠിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടോ? ഒരു സർട്ടിഫിക്കറ്റ് പോലുമില്ല. ഫലത്തിൽ അവർ വെറും എഞ്ചിനീയർ ആവാം, ഡോക്ടറാവാം. പിന്നെ ഇതിനകത്ത് രക്ഷിതാക്കൾ ചെയ്യുന്നതിന് രക്ഷിതാക്കളുടെ ഒരു എലൈറ്റ് ക്ലാസ്, ഫേക്കായിട്ടുള്ളൊരു എലൈറ്റ് ക്ലാസ് ബോധമാണ് കുട്ടികളെ എഞ്ചിനീയർ ആക്കണം, ഡോക്ടറാക്കണം, IAS കാരനാക്കണം, IPS കാരനാക്കണം എന്നൊക്കെ പറയുന്നത്. IAS-ഉം IPS-ഉം ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകാൻ താല്പര്യമുള്ളവർക്ക് ആ തരത്തിൽ പഠിക്കാനായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അതിൻ്റേതായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠ്യപദ്ധതികൾ തയ്യാറാക്കുകയും അത് ഏകദേശം ഒരു 8ാം ക്ലാസ് മുതലോ 10ാം ക്ലാസ് മുതലോ അവർക്ക് ആ ഒരു പാഠ്യപദ്ധതി പഠിച്ചുകൊണ്ട് അതനുസരിച്ച് ആ പാഠ്യ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ടെസ്റ്റുകളൊക്കെ എഴുതി അതിന് തുടർ പഠനം നടത്താനായിട്ട് കഴിയുക. അതിന് വേണ്ടുന്ന ഒരു പരിഷ്കരണമാണ് ഇവിടെ ശരിക്കും സർക്കാർ ചെയ്യേണ്ടത്. എന്ന് വെച്ച് ഇനിയിപ്പോൾ ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ പറഞ്ഞു, ഇത് ഇവിടെ ഈ ചോദ്യപേപ്പറുകൾ ചോരുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായിട്ട് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ആരെങ്കിലും അതിനകത്തുള്ള ഒരു തുറപ്പൻ പണി പോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിട്ട് ചോർന്ന് പോരുന്നൊരു കാര്യങ്ങളാണ്. അപ്പം ഇത് ചോരാതിരിക്കുകയും കുട്ടികളുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനും പറ്റുന്ന തരത്തിലേക്കാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുമൊക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ചോർച്ച നടത്തിയവരെ കൃത്യമായി ശിക്ഷിക്കപ്പെടണം. അതിനൊന്നും തർക്കമില്ല. പക്ഷേ ഇതിനകത്ത് ബേസിക്കായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരീക്ഷാക്രമങ്ങളും പാഠ്യപദ്ധതികളും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു സാഹിത്യം പഠിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു മെഡിസിൻ പഠിക്കണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം. മറിച്ച് ഇപ്പോൾ ഞാനൊക്കെ 10-40 കൊല്ലം മുമ്പ് പഠിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അന്നത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പം ഓരോ വിഷയത്തിനും നിശ്ചിത മാർക്ക് മേടിച്ച് ജയിക്കണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്തൊരു വിഷയത്തിൽ നിശ്ചിത മാർക്ക് മേടിക്കാൻ ശേഷിയില്ലാത്ത ഒരാൾ അതേസമയം മറ്റ് പല വിഷയങ്ങളിലും അസാധാരണമായ കഴിവുള്ള ഒരാളായിരിക്കും. പക്ഷേ അയാൾക്ക് ഈ ചില വിഷയങ്ങൾക്കെല്ലാം മിനിമം മാർക്ക് മേടിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ആ കഴിവുള്ള വിഷയം പോലും പഠിക്കാൻ പറ്റാത്തതായ ചില സാഹചര്യങ്ങൾ ഇവിടെ ആയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിരിക്കും നമ്മൾ പറയുന്നില്ലേ, ട്രാഫിക് പാത മാറി വ്യതിചലിച്ച് യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തടയുന്നതിനെന്താണ് കൂടുതൽ തൊഴിൽ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ, ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം വേണം. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു BA-ക്ക് പഠിക്കുന്ന ഒരാൾ BA എക്കണോമിക്സ് പഠിക്കുന്നതും പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഇങ്ങനെ പല സാധനം പഠിക്കണം. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഇയാൾക്കൊരു LLB-ക്ക് പോകണമെങ്കിൽ ഇയാൾ ശരിക്കും ചെറുപ്പം മുതൽ ലോ പഠിച്ചു വന്നാൽ മതിയായിരിക്കും. ഒരു ഹിസ്റ്റോറിയൻ ആവണവന് ഹിസ്റ്ററി മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. അതിനിപ്പോൾ ഇംഗ്ലീഷ് വശമില്ലാത്തവന് ഹിസ്റ്ററി പഠിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഹിന്ദി അറിയാൻ മേലാത്തവന് എക്കണോമിക്സ് പഠിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതെല്ലാം പഠിച്ച് ജയിച്ചു വരുന്നവന് മാത്രമേ
ഇങ്ങനെയുള്ള ഓരോരോ സബ്ജക്റ്റുകൾ പഠിക്കാൻ പറ്റൂ എന്നുള്ള ഒരു വിദ്യാഭ്യാസ സിസ്റ്റമാണ് പലപ്പോഴും ഇവിടെ ഈ ചോർച്ചയ്ക്കും ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾക്കും ഇടയായിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, താങ്കൾ ചോദിച്ച ഒരു ചോദ്യം, അതായത് ഡൽഹിയിൽ നടക്കുന്ന സ്ഥലം. ഡൽഹിയിൽ കുട്ടികൾ ഇങ്ങനെ ലക്ഷങ്ങൾ മുടക്കി പഠിച്ചു, അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോയി. അതിനെ സംബന്ധിച്ച് അവർ സമരത്തിന് തുടങ്ങുമ്പോൾ സർക്കാർ അതിൽ അടിയന്തിരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ശരിയായ കാര്യം. അത് ഈ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നു. 40-45 പേരെ ഈ പരീക്ഷ നടത്തിപ്പ് ആ സംവിധാനത്തിൽ നിന്ന് അവരെ പുറത്താക്കിയിരിക്കുന്നു. മാത്രമല്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതായിട്ട് 1 മാസത്തിനകം തന്നെ പുനഃപരീക്ഷ നടത്തുന്നു, റിസൾട്ട് വരുന്നു, അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് വീണ്ടും ഇങ്ങനെ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ സമരം. വാസ്തവത്തിൽ അതിനകത്ത് യാതൊരു കാമ്പും കഴമ്പുമില്ല. കാരണം അതൊരു പൊളിറ്റിക്കൽ ലക്ഷ്യമാണ്. അതായത് ഇവിടെയുള്ള എന്താണ് BJP വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നവർക്ക് BJP അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ല, തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ, അത് നല്ല കേപ്പബിലിറ്റി ഉള്ള ആളുകൾ എന്താണ് നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. ഇതിന് ഇവർ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ധാർമ്മികത പറയണ, പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ അപകടം ഉണ്ടായപ്പോൾ രാജിവെച്ചു. ഇപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി അങ്ങനെ രാജിവെച്ചതിനെ ഇവിടെ ഒരു വലിയ എത്തിക്സ് പെർഫോമൻസ് ആയിട്ടാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. വാസ്തവത്തിൽ അത് അങ്ങനെയല്ല. നെഹ്റു എന്ന് പറയുന്ന ഒരു അതികായകൻ്റെ മുമ്പിൽ എന്താണ് അതിനേക്കാൾ കുറച്ചുകൂടി ശ്രേഷ്ഠത കൈവരിക്കാനും അടുത്തൊരു പ്രധാനമന്ത്രി പദം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കായിരുന്നു ആ രാജി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. മറിച്ച് നല്ല കേപ്പബിലിറ്റി ഉള്ള ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു അപകടം നടക്കുകയോ അല്ലെങ്കിൽ ഒരു റോങ് ട്രാഫിക് ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ഏത് മേഖലയിലാണെങ്കിലും ഒരു റോങ് ട്രാഫിക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉണ്ടായ തെറ്റുകൾ എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിനെതിരെ നടപടി എടുക്കാനായിട്ടുള്ള ഭരണ നടപടികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ അതിനെതിരെ പെട്ടെന്ന് ഞാൻ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക് കാണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഇന്നത്തെ കാലഘട്ടത്തിൽ ആശാസ്യമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ സമരത്തിൻ്റെ പേരിൽ അവിടെ നടക്കുന്ന കോലാഹലങ്ങളും പ്രശ്നങ്ങളും മുഴുവനും എന്താണ് പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് നടക്കുന്നു. അതൊരിക്കലും ശരിയല്ല. കാരണം ഇപ്പോൾ എന്താണ് വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ ആ സമരം യഥാർത്ഥത്തിൽ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, സാറിൻ്റെ നിർദ്ദേശങ്ങൾ